നമ്മുടെ മരണം വരെ നമുക്ക് എത്ര പഠിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത, പഠിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം. സത്യമല്ലേ? നിങ്ങൾ ഇപ്പോൾ കാണുന്ന മനുഷ്യനായിരിക്കില്ല കുറച്ചു നേരം കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം. നമ്മളിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു, ഒരു കാര്യം വരട്ടെ, എന്തെങ്കിലും ഒരു കാര്യം വരട്ടെ, അവർ നേരെ തിരിയും. നമുക്കറിയാൻ പറ്റില്ല ആരെ വിശ്വസിക്കാൻ പറ്റും. എപ്പോഴും പറയാറില്ല, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ വിചാരിച്ചിരുന്ന പോലെ ഒന്നും അല്ല ഇയാൾ, ഇങ്ങനെയേ അല്ല വിചാരിച്ചത് കേട്ടോ, അയ്യോ അവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറി, ഞാൻ ഇങ്ങനെ ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരിൽ നിന്ന് പറയാറില്ലേ. നമുക്ക് ആരെയും മുൻകൂട്ടി അയാൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ എൻ്റെ കൂടെ നിൽക്കും, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല ഒരിക്കലും. ആരെക്കുറിച്ചും ആരെയും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന്, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്ന് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനായിരിക്കും. മരണം വരെയും ആ ഒരു കൺഫ്യൂഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു മൈൻഡിൽ വേണം നമ്മൾ എന്തൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാനായിട്ട്. ഭയങ്കര വിശ്വസ്തരായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളെ കൂടെ കൂട്ടി നമ്മൾ ഒരു കാര്യത്തിനും 100% വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങരുത്. അവിടെയും നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കണം. എവിടെ നിന്നും എങ്ങനെയും നമുക്ക് പണി വരാം, അത് ഉറപ്പാണ്. മനുഷ്യനല്ലേ, ദൈവമൊന്നും അല്ലല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഏട്ടത്തടിച്ച് മറുപടിയൊക്കെ പറഞ്ഞ് പ്രതികരിച്ച് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ചില സമയത്ത് നമ്മൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല നമ്മുടെ പ്രശ്നങ്ങളൊന്നും. അതിപ്പോൾ കുടുംബ പ്രശ്നങ്ങളാവട്ടെ, പൊതുവെ പുറത്തുള്ള പ്രശ്നങ്ങളാവട്ടെ, എന്ത് തന്നെയും നമ്മൾ ചിലപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ ആയിരിക്കണമെന്നില്ല. അതിൻ്റെ വാലും തുമ്പും ഇപ്പം നമ്മൾ രണ്ടുപേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ യാദൃശ്ചികമായി ആ വഴി പോകുമ്പോൾ അത് കേൾക്കുന്നു. ചിലപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല, നമ്മളതിൻ്റെ ഇടയ്ക്ക് മിഡിൽ പോർഷൻ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് എന്ത് എന്നുള്ളത് നമ്മൾ കേൾക്കണമെന്നില്ല. അപ്പോൾ ഈ കുറച്ച് ഭാഗം കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. മൗനമാണ് ആദ്യമേ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. കാരണം നമ്മൾ ഇല്ലാത്ത കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറ്റക്കാരാവും ചില സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് എന്തിനോടും പ്രതികരിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അതെല്ലാം ശരിയാവണമെന്നില്ല. ചിലപ്പം നമ്മൾ കേൾക്കുന്നതിൻ്റെ മുന്നേ അവർ വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് ശേഷം വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് അവരങ്ങനെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവും, എന്നാലും അവരങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് കേട്ടുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോകാനും പാടില്ല. ആദ്യമേ തന്നെ കുറച്ച് സമയം നമ്മളത് മൗനമായിട്ടിരിക്കാൻ പഠിക്കുക. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. പ്രത്യേകിച്ചും 2 പേര് അടികൂടുകയാണെങ്കിൽ തന്നെ 2 പേരും കൂടെ ഒച്ചയെടുത്താലല്ലേ, 2 കൈയും കൂട്ടി അടിച്ചാലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. ആദ്യം ഒരാളൊന്നും മൗനമായിട്ടിരുന്ന് നോക്കിയേ, കുറച്ചു നേരം അവർ പറഞ്ഞിട്ടങ്ങ് തിരിച്ചു പോകുമെന്ന്. എന്തിനും ഏതിനും മൗനം ഒരുപാട് നല്ലതാണ്. ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താണെന്ന് പറയുക, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, മെയിനായിട്ട് മറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അഭിനയം. അഭിനയിക്കാൻ അറിയില്ലാത്തവർ ജീവിതത്തിൽ അമ്പെ പരാജയമായിരിക്കും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അഥവാ ഇനി നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ തന്നെ അഭിനയിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും വേണ്ടേ? ചിലർ കണ്ടിട്ടില്ലേ, ഈ എന്താ പറയുക, ഈ നേരെ പോ സ്വഭാവം ഉള്ളവരും അതുപോലെ എന്തിനേയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ പരാജയപ്പെട്ടു പോകാൻ കാരണം എന്താ? ഈ സമൂഹത്തിൽ 99% പേരും അഭിനയിക്കുന്നവരാണ്. ആരുടെയും യഥാർത്ഥ മുഖമോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. ഈ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിക്കുന്ന പൊട്ടന്മാർ അല്ലെങ്കിൽ പൊട്ടികൾ മിക്കവാറും അബദ്ധത്തിൽ ചെന്ന് ചാടുകയുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ പ്രായമായ കാരണവന്മാർ ഇപ്പോൾ ഈ TV-യുടെ മുന്നിലൊക്കെ ഇത് കാണിക്കുന്ന പ്രഹസനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ സീരിയൽ അല്ലെങ്കിൽ സിനിമയൊക്കെ ഇപ്പോൾ സീരിയൽ എടുക്കാം. കാരണം അവരുടെ ആ ഒരു ഏജിൽ അവർ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതായിരിക്കും. അവരുടെ വിചാരം എന്താ? അതിനകത്ത് കാണിക്കുന്ന കഥാപാത്രങ്ങളും അതിനകത്ത് കാണിക്കുന്ന കഥയും എല്ലാം യഥാർത്ഥമാണ്.
നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിലേക്ക് അത് കയറില്ല. അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടിക്കാൻ ചെല്ലുന്നു, ഇടിക്കാൻ ചെല്ലുന്നു, ചീത്ത വിളിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ പല പ്രാവശ്യം അത് അങ്ങനെയല്ല, അത് എഴുതി വച്ചിരിക്കുന്നതാണ്, അതിനനുസരിച്ച് അവർ അഭിനയിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവരൊരു കാരണവശാലും വിശ്വസിക്കില്ല. അഭിനയമാണ് എന്നവർക്ക് അറിയില്ലാത്തത് കൊണ്ടോ എന്തോ അവരത് വിശ്വസിക്കില്ല എന്നുള്ളതാണ് സത്യം. വീണ്ടും അതിനോട് പ്രതികരിക്കാൻ പോകും. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ. നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചെന്നാലും നോർമൽ നമ്മുടെ ലൈഫിലും ഇതുപോലെ തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പലരും നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നവരായിരിക്കും, പക്ഷേ അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് എല്ലാം സത്യമാണ് എന്ന് വിചാരിച്ച് അതിനെ ഓർത്ത് പ്രതികരിച്ച് അതിനനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. അഭിനയിക്കാൻ നമുക്കറിയില്ലെങ്കിൽ തന്നെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നവരെങ്കിലും തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് ഒരാൾക്ക് മടുപ്പ് തോന്നുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് മാറി നിന്നേക്കുക. അവരൊരിക്കലും തുറന്ന് പറയില്ല, ഓ മടുത്തു, ശല്യം, ആരും അങ്ങനെ തുറന്ന് പറഞ്ഞെന്ന് വരില്ല. പക്ഷേ അത് മനസ്സിലാക്കി നമ്മൾ അവർക്ക് ഒരു ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു മടുപ്പാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകണ്ടെന്ന്, ഇങ്ങോട്ട് മാറി നിന്നോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ആരും ശല്യമാണ് അങ്ങ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ടൊന്നും ആരും പറയണമെന്നില്ല. നമ്മളെങ്ങ് പോന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളെ മുൻകൂട്ടി മനസ്സിലാക്കി ആ രീതിയിലുള്ള ഏരിയയിലേക്ക് കടക്കാണ്ടിരിക്കുക. ഒരു ലക്ഷ്മണരേഖ അവിടെ അങ്ങ് വരച്ചിട്ടേക്കുക. കാര്യം നമുക്കത് മറികടക്കണമെന്നൊക്കെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇങ്ങോട്ട് പോരുക. അവിടെ തന്നെ നിൽക്കരുത്. ഒരു കാരണവശാലും നമ്മൾ പിൻവലിഞ്ഞ് പോരുക. നമ്മൾ മടുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയിലേക്ക് നമ്മൾ എന്തെല്ലാം ചക്രവാഗ്ദാനങ്ങളുമായിട്ട് ചെന്നാലും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ചെന്നാലും ആ ചിരിച്ച് കാണിക്കും എന്നല്ലാതെ അവരൊരു കാരണവശാലും നമ്മളെ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം മടുപ്പ് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അഥവാ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതനുസരിച്ച് അത് മനസ്സിലാക്കി പിന്തിരിയാൻ നമ്മൾ ശ്രമിക്കുക. ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കിക്കേ. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നേ. ഒന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കാശ് ചെലവൊന്നുമില്ലല്ലോ. നമ്മുടെ മൈൻഡ്, നമ്മുടെ ലൈഫ് നമ്മൾ ശ്രമിക്കുന്നു. വിജയിച്ചാൽ നല്ല കാര്യം. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ.